സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് കിഫ്ബി പദ്ധതികൾ വഴി ഇരവിപുരം മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. ഇരവിപുരം നിവാസികളുടെ ചിരകാല സ്വപ്നങ്ങളായിരുന്ന നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കിഫ്ബി പദ്ധതി വഴി കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനമാണ് തീരദേശവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു പുലിമുട്ട് നിർമ്മാണം. 38 കോടി രൂപയുടെ ഭരണാനുമതി നേടിയെടുത്തുകൊണ്ട് ആ പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ ഒന്നാം ഘട്ടം പൂർത്തിയായതോടുകൂടി തന്നെ കടലുകയറ്റം എന്ന പ്രതിഭാസം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇരവിപുരം മേൽപ്പാലം. ആ ഇരവിപുരം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ്. ആറ് മേൽപ്പാലങ്ങൾക്കാണ് ഇരവിപുരം മണ്ഡലത്തിൽ അനുമതി നേടിയെടുക്കാൻ കിഫ്ബി പദ്ധതി വഴി കഴിഞ്ഞത്. അതിൽ മയ്യനാട് മേൽപ്പാലത്തിന് 17 കോടിയിൽ പരം രൂപ കൊടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞു. അവിടെ ആ ഭൂമിയിൽ നിൽക്കുന്ന മരത്തിൻ്റെ ലേലവും കഴിഞ്ഞു. ആ പദ്ധതിയും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ പോളയത്തോട് മേൽപ്പാലം, കോളേജ് ജംഗ്ഷനിലെ മേൽപ്പാലം, കൂട്ടിക്കട മേൽപ്പാലത്തിൻ്റെ 11-1 നോട്ടിഫിക്കേഷൻ, ഭൂമി ഏറ്റെടുക്കാനുള്ള നോട്ടിഫിക്കേഷനും കഴിഞ്ഞു. അതുപോലെ കല്ലുംതാഴം മേൽപ്പാലം, അങ്ങനെ 6 മേൽപ്പാലങ്ങൾക്ക് അനുമതി നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. 1 പൂർത്തിയാകുന്നു, 1 തുടങ്ങാൻ പോകുന്നു, 4 എണ്ണം വിവിധ ഘട്ടങ്ങളിലായി നിൽക്കുകയാണ്. റോഡ് വികസനത്തിൽ കല്ലുപാലം, ഇരവിപുരം, താന്നി, മയ്യനാട് റോഡ് 29 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ BM&BC പ്രവർത്തനമാണ്, റോഡാണ് ചെയ്യുന്നത്. അതിൽ ഒരു ഘട്ടം BM ചെയ്ത് കഴിഞ്ഞു. ബാക്കി പ്രവർത്തനങ്ങൾ ടെൻഡർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ പള്ളിമുക്ക്, അയത്തിൽ, പാലത്തറ, മൈലാപ്പൂർ റോഡ് അത് പൂർത്തിയായി കഴിഞ്ഞതാണ്. പിന്നെ സ്കൂളുകളുടെ കാര്യത്തിൽ ഇപ്പോൾ മയ്യനാട് വെള്ളമണൽ സ്കൂള് 5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കി. പിന്നെ ഇരവിപുരം സ്കൂള് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ തട്ടാമല സ്കൂളെന്നാണ് അറിയപ്പെടുന്നത്. ആ തട്ടാമല സ്കൂളിന് 3 കോടി. അതുപോലെ തന്നെ കാക്കോട്ടുമല സ്കൂള്, കോയിക്കൽ സ്കൂള്, വാളത്തെങ്ങൽ HS, പട്ടത്താനം SNDP UPS ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും ഫണ്ട് കിഫ്ബി പദ്ധതി വഴി
ഫണ്ട് അനുവദിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ നിരവധി സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തിയായി, ചിലത് നടന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിഫ്ബി പ്രോജക്റ്റുകൾ വഴി കൊല്ലം നിവാസികൾക്ക്, എൻ്റെ മണ്ഡലത്തിലെ മാത്രമല്ല കൊല്ലത്തെയും സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളുടെയും നിവാസികൾക്ക് ഉപകാരപ്രദമായ ഞാങ്കടവ് കുടിവെള്ള പദ്ധതി കൊല്ലം കോർപ്പറേഷൻ്റെ സഹകരണത്തോടുകൂടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ്. അതിൽ 566 കോടി രൂപയാണ് അതിൻ്റെ മൊത്തം ചെലവ്. അതിൽ കിഫ്ബി പദ്ധതി വഴിയുള്ള 342 കോടി രൂപയുണ്ട്. അതുപോലെ അമൃത് പദ്ധതി വഴി കോർപ്പറേഷൻ്റെ വിഹിതവും ഉൾപ്പെടുത്തിയാണ് ആ പദ്ധതി പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ വളരെ വിപുലമായ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി പ്രോജക്റ്റ് വഴി നടത്താൻ വേണ്ടി കഴിഞ്ഞു. കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡോർ സ്റ്റേഡിയം, സ്പോർട്സ് പ്രേമികളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഇൻഡോർ സ്റ്റേഡിയം 42.38 കോടി രൂപ ഉപയോഗപ്പെടുത്തി അതിൻ്റെ നിർമ്മാണവും അന്തിമ ഘട്ടത്തിലാണ്. അപ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇൻഡോർ സ്റ്റേഡിയം ആയാലും പുലിമുട്ടായാലും അതുപോലെ റോഡ് വികസനമായാലും സ്കൂളുകളുടെ വികസനമായാലും കുടിവെള്ള പദ്ധതിയും ഇതെല്ലാം തന്നെ കിഫ്ബി പ്രോജക്റ്റുകൾ വഴി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം തന്നെയാണ് കിഫ്ബി പ്രോജക്റ്റുകൾ വഴി എൻ്റെ മണ്ഡലത്തിലും ഈ കേരളത്തിലാകെ തന്നെ നടന്നിട്ടുള്ളത്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.